വയനാട് ഫണ്ട് തട്ടിപ്പ് വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിൽ തമ്മിലടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കയ്യേറ്റ ശ്രമവും അസഭ്യവർഷവും. യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഇടപെട്ട് സംഘർഷം തടഞ്ഞു. മാനന്തവാടി ലീഡേഴ്സ് ക്യാമ്പിലാണ് കയ്യാങ്കളി നടന്നത്. സംഘർഷം നടന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന ഓഡിയോ പുറത്തുവന്നു. മാനന്തവാടി നിയോജക മണ്ഡലം കമ്മിറ്റി ഔദ്യോഗികമായിട്ട് പുറത്താവും. പിന്നെ ഈ സംഘടനയെ നയിക്കാനും ആരും ഉണ്ടാവില്ല, ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഇപ്പറയുന്ന ഞാനടക്കമുള്ള ആളുകൾ നിലവിൽ രാജി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടിമയായിട്ട് ജീവിക്കാനൊന്നും ഇവിടെ ആൺകുട്ടികളെ കിട്ടൂല. നട്ടലിൽ പണയം വെച്ചവന്മാരെ കിട്ടുമായിരിക്കും. നമുക്ക് താല്പര്യമില്ല. പിന്നെ അന്നത്തെ പരിപാടി അഷ്റഫൊക്കെ വിളിച്ചിട്ട് നമ്മൾ ചെന്നു, നമ്മൾ പരിപാടി ഉഷാറാക്കി. നമ്മളൊന്നും മോഹിച്ചിട്ടുമില്ല. 10 ഉറുപ്പിക ഇട്ട് വേണ്ടേം താനും പാർട്ടിയും കൊണ്ട്. പിന്നെ ഓൻ്റെ ഏകാധിപത്യ തരത്തിനൊന്നും നമ്മൾ കൂട്ടു നിൽക്കില്ല. ആരെയും പച്ചയ്ക്ക് തിന്നാൻ ഇട്ട് കൊടുക്കൂല. ഓക്കെ, ഞാൻ പറയട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തിൽ പിന്നെ അസീസ് പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം മറ്റേ എന്താ പറയുക, അജ്മലിന് പരിമിതികളുണ്ടായിരുന്നു. അവൻ വേദിയിലിരിക്കുന്ന ഒരാളാണ്, അവൻ സംസ്ഥാന സെക്രട്ടറിയാണ്. അവൻ അന്നേരം വന്നിട്ട് നമ്മുടെ കൂടെ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ തള്ളിപ്പറയേണ്ടിയിരുന്നില്ല എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം ഞാനൊന്ന് അറിയിക്കുകയാണ്. കാരണം അജ്മലും നമ്മുടെ കൂടെ തന്നെ എല്ലാത്തിനും പുറത്തിറങ്ങിയിട്ട് നമ്മളോട് സംസാരിക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. റോബിനെ നമ്മൾ പൊട്ടന്മാരെന്നല്ല, നമ്മൾ അനങ്ങാണ്ടിരിക്കുന്നതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി അനങ്ങാണ്ടെടുക്കുന്നതാണ്. മഞ്ഞാന്ന് രമേശ് ജിന്റെ പരിപാടിക്ക് എന്തൊക്കെയാണ് കളിച്ചു കൂട്ടി നമുക്കറിയാം. ഒരു സ്റ്റേജിൽ ഒരു ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ പോലും ഇല്ല. സ്വാഗതം മുതൽ മറ്റുള്ള പ്രസംഗങ്ങളൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി അസീസ് ചെയ്യുന്ന പരിപാടി നമുക്കറിയാം. ഓനിക്കവിടെ ജില്ലയിലോ അല്ലെങ്കിൽ ബ്ലോക്കിലൊക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഓന് അടുത്ത ആളുകളെ കൂട്ടി ചെയ്തോട്ടെ. നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിക്ക് ചെയ്യണ്ട. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം, അസീസിന്റെ ഗെയിമാന്നുള്ള നമുക്കറിയാം. അസീസ് ഗെയിം കളിക്കുമ്പോൾ കളിച്ചോട്ടെ, പക്ഷെ എന്താക്കരുത്, മറ്റുള്ള കുറ്റപ്പെടുത്തി കൂടി കളിക്കണ്ട. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ സ്റ്റേജിൽ ജില്ലാ ഭാരവാഹികൾ അനീഷ് അടക്കമുള്ള ഒരുപാട് ആളുകൾ പുറത്താണുള്ളത്. അവിടെ ഓനിക്ക് എന്താക്കിയത്? ഓനിക്ക് ജില്ലയിലൊക്കെ ബ്ലോക്കിലൊക്കെ മത്സരിക്കണം. അതുകൊണ്ട് സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി കളിച്ചത്. രമേശ് സിന്റെ പരിപാടി ആയതുകൊണ്ടും അഷ്റഫ് ആളുള്ളത് കൊണ്ടാണ് ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ അവിടെ പോയത്. ഇനി പറഞ്ഞ കറക്റ്റാണ്. ഞാനും ഈ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ ലെഫ്റ്റ് അടിക്കും. അസീസിന്റെ ഏകാധിപത്യമായ എല്ലാ പ്രവർത്തനമാണ് എന്നുള്ളത്. ഇന്ന് വരെ മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നടന്ന പരിപാടിക്ക് ഒന്നിനും ഒരു കണക്കും ഒരു ഗ്രൂപ്പിലും വിട്ടിക്കില്ലോനി. ഇന്ന് വരെ മാനന്തവാടി നിയോജകമണ്ഡലത്തിൽ നടന്ന പരിപാടിന്റെ ഒരു കണക്ക് പോലും ഗ്രൂപ്പിൽ വിട്ടിക്കില്ല. കഴിഞ്ഞ ആഴ്ച ഗ്രൂപ്പിൽ വിട്ടത് ഗ്രൂപ്പിൽ നിന്ന് വിരിച്ച പൈസ മാത്രത്തിന് കണക്കാണ്, പുറത്തുള്ള ഒരു കണക്കും വിട്ടിക്കില്ല. ഓൻ ഈ പൈസയിൽ എന്താക്കുന്നത് അതൊക്കെ നമുക്ക് തിരിയണം. ജോഷില ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ജോഷില, അതായത് ഈ വയനാട് ഫണ്ട് തട്ടിപ്പാണ് വിഷയം. നമുക്കറിയാം, തിരുവനന്തപുരം മുതൽ ഓരോ പ്രവർത്തകരും ഇതിനെപ്പറ്റി ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഘട്ടം കൂടിയുണ്ട്. പാലക്കാട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം ഈ ഫണ്ട് വിനിയോഗിച്ചു എന്നുള്ള ആരോപണം ഉയരുന്നു. ഇപ്പോഴിതാ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് വരെ പ്രവർത്തകർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഓരോ കാര്യങ്ങളിലുമുള്ള കണക്കുകൾ കൃത്യമായി ചോദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് എന്താണ് സംഭവിച്ചത്? ഭദ്ര, ഇത് 21-ാം തീയതി സംഭവിച്ചാണ്. എന്നാൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വിട്ടിരുന്നില്ല, പുറത്ത് അറിയുമായിരുന്നില്ല. പിന്നീടാണ് ഗ്രൂപ്പുകളിൽ നേതാക്കൾ തമ്മിൽ നടന്ന വലിയ പ്രശ്നങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വയനാട് ദുരന്ത ബാധിതർക്കായി ഫണ്ട് പിരിച്ചതിനെ ചൊല്ലിയുള്ള പ്രശ്നമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ മാനന്തവാടി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് റോബിന്റെ ശബ്ദവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജ്മൽ വെള്ളമുണ്ടയുടെ ശബ്ദവുമാണ്. ഇതൊക്കെ തന്നെയാണ് ഈ പ്രവർത്തകർക്കിടയിൽ നടന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടന്ന വലിയ പ്രശ്നങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അന്ന് 21-ാം തീയതി യൂത്ത് കോൺഗ്രസ് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ലീഡേഴ്സ് ക്യാമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അസഭ്യവർഷവും കയ്യേറ്റ ശ്രമവും നടന്നു എന്നതടക്കം ഇതിൽ പറയുന്നുണ്ട്. 21-ാം തീയതി മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ജില്ലാ ക്യാമ്പ്. ഇതിൽ ഉദ്ഘാടകനായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അന്ന് ഉദ്ഘാടന സമയത്ത് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് ആളുകൾ സംസാരിച്ചത് വളരെ രൂക്ഷമായ സംസാരമാണ് നടത്തിയത് എന്നതായിരുന്നു. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് അച്ചടക്ക നടപടി സ്വീകരിക്കും എന്ന് ഭീഷണി മുഴക്കി. അതുപോലെ തന്നെ മുണ്ടക്കൈ ദുരന്തം നടന്ന വയനാട്ടിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭവനം പദ്ധതിക്ക് ആവശ്യമായ സഹായം ലഭിച്ചില്ല എന്നുള്ള വിമർശനവും ഉയർത്തി. അപ്പോഴാണ്
പ്രസിഡന്റ് അസീസ് വാളാട് സംസ്ഥാന പ്രസിഡന്റിന്റെ ഇത്തരം ഏകാധിപത്യപരമായ ഭീഷണിയുടെ സ്വരങ്ങൾ സംഘടനയ്ക്ക് ചേർന്നതല്ല എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് എഴുന്നേറ്റത് പ്രവർത്തകർക്കെതിരെ അച്ചടക്കത്തിന് വാളോങ്ങുന്ന സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് യങ് ഇന്ത്യ ക്യാമ്പയിൻ പൂർത്തീകരിച്ചില്ല എന്നും മുണ്ടക്കൈ ഭവന നിർമ്മാണത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷമാണോ പ്രസിഡന്റിന് ഓർമ്മ വന്നത് എന്നും ചോദിച്ചു. ഇതാണ് വാഗ്വാദത്തിലേക്ക് നയിച്ചത്. പിന്നീട് കസേരയടക്കം എടുത്ത് എറിയുന്ന അവസ്ഥയിലേക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കയ്യേറ്റം ചെയ്യാനായി അസഭ്യം വിളിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കയറുകയും ചെയ്തു. ഇത് പിന്നീട് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായ അബിൻ വർക്കി ഇടപെട്ടാണ് തടഞ്ഞത്. അത്തരത്തിൽ യൂത്ത് കോൺഗ്രസിൽ തന്നെ വലിയ വിവാദം ഇപ്പോൾ സംസ്ഥാന വ്യാപകമായ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ടിനെ കുറിച്ചാണ് എന്നുള്ളത് ഓർക്കണം. ഈ പണം എങ്ങോട്ട് പോയി എന്ന് ഓരോ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് പോലും അറിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് എല്ലാ ജില്ലയിലും പണപ്പിരിവ് നടത്തിയിരുന്നു. എന്നാൽ ഇതിന്റെ പേരിൽ തമ്മിലടിക്കുന്ന അവസ്ഥയിലേക്കാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഓരോ ജില്ലയിലും മാറിക്കൊണ്ടിരിക്കുന്നത്. ഭദ്ര. അതെ, തീർച്ചയായും ജോഷ്ല. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടിമയായി ജീവിക്കാൻ പറ്റില്ല, നട്ടില് പണയം വെച്ചവർ അങ്ങനെ നിൽക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഒരുപക്ഷെ ഈ ഫണ്ട് തട്ടിപ്പിൽ മാത്രം ഒതുങ്ങുന്നൊരു വിഷയമായി ഇതിനെ ചിത്രീകരിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കണക്കുകൾ മാത്രം ചോദിച്ചാൽ പോരെ. പക്ഷെ ഇപ്പോൾ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടിമയായി നിൽക്കാൻ പറ്റില്ല. അതായത് അദ്ദേഹത്തിന്റെ ഒരു ആധിപത്യം അവിടെ കാണുന്നുണ്ട്. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെയൊക്കെ ചോദ്യം ഉന്നയിക്കണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം പ്രവർത്തകർക്കിടയിൽ ഉയർന്നു വന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. സംസ്ഥാന പ്രസിഡന്റിനെ പോലും കായികമായി നേരിടാൻ ക്യാമ്പിൽ ശ്രമമുണ്ടായത് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ പണം നൽകാത്ത നിരവധി നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ മാറ്റിയിട്ടും വയനാട്ടിൽ അത് നടക്കാത്തത് മറ്റ് കാരണങ്ങളുണ്ടെന്നാണ് പ്രവർത്തകർ പറയുന്നത്. അത് IC ബാലകൃഷ്ണൻ MLA-യുടെയും KE വിനയന്റെയും അച്ചുതണ്ടിന്റെ ഭാഗമായ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ഈ അഴിമതിയുടെ പുറകിൽ എന്നുള്ള വിമർശനം കൂടി ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് അമൽ ജോയി ഇവരുടെ കയ്യിലെ പാവയായി തീർന്നിരിക്കുകയാണ് എന്നുള്ള വിമർശനങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ജില്ലയിലെ ഒരു വിഭാഗം പ്രവർത്തകർക്ക് ഇടയിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഈ ആക്രമണത്തിന് എതിരെ ഒരു നടപടിയും ഇതുവരെ യൂത്ത് കോൺഗ്രസിന് ഉണ്ടായതുമില്ല. അതിന്റെ അർത്ഥം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന് ഇത്തരത്തിൽ വിമർശനവും അല്ലെങ്കിൽ കയ്യേറ്റവും ലഭിക്കേണ്ടതാണ് എന്ന് ഈ പ്രവർത്തകർക്കിടയിൽ തന്നെയുള്ള അഭിപ്രായം തന്നെയാണ്. അതുമാത്രമല്ല, ഈ മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ച പണം 31-ാം തീയതിക്കുള്ളിൽ പിരിച്ച പണം സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിച്ചില്ലെങ്കിൽ ആ നിയോജക മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടുമെന്നാണ് രാഹുൽ മാങ്കൂട്ടം ഭീഷണിപ്പെടുത്തിയത്. പൈസ അടക്കാൻ മനസ്സില്ല, തനിക്ക് പുറത്താക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നായിരുന്നു ക്യാമ്പിൽ പങ്കെടുത്ത ചില ഭാരവാഹികൾ സംസ്ഥാന പ്രസിഡന്റിന്റെ വെല്ലുവിളിക്ക് മറുപടിയായി പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വാതിലുകളടക്കം പൂട്ടിയിട്ടുകൊണ്ട് വയനാട്ടിൽ നിന്നും അടി വാങ്ങിയിട്ട് മാത്രമേ സംസ്ഥാന പ്രസിഡന്റ് പോകൂ എന്നുള്ളതടക്കം വെല്ലുവിളിയായി ഉയർന്നു വന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഭദ്ര.